Good morning to everybody. English Literature Standard 8, Lesson B, Money Models. I think this is the last lesson for the PT3 examination. The PT3 examination will start on 15th morning 7:30 to 8:30 through online streaming. Question paper will send through the WhatsApp number by the principal. You receive the question paper on 7:20 and you start the examination and finish at 8:30 and send your answer sheet to the class teacher, personal WhatsApp number. And this is the last lesson for the examination. You must prepare it. Then you must read the lesson and you must watch the video. And you write the Malayalam of the English text. Then only you can, when you start to read the lesson, we can understand the lesson. Only you must write the Malayalam meanings. Here, collective. Collective means a കൂട്ടം എന്നാണ്. പക്ഷെ ഇവിടെ കൂട്ടം എന്നുള്ള അർത്ഥമല്ല. കൂട്ടം എന്നുള്ള അർത്ഥം മാത്രമല്ല. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കളക്റ്റീവ് എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് വെറും കൂട്ടം ഇത് മാത്രം അല്ല. ഫസ്റ്റ് കളക്റ്റീവ് കണ്ടോ, എല്ലാവർക്കും പങ്കിടുക എന്നാണ് കൂട്ടം. കളക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ കൂട്ടം നടക്കും. പക്ഷെ ഇവിടെ അതിനകത്ത് കൂട്ടം എന്നല്ല, എല്ലാവർക്കും ഭാഗിച്ച് കൊടുക്കുക എന്നുള്ള അർത്ഥമാണ് കളക്റ്റീവ്. അപ്പൊ ഇതുപോലെ അർത്ഥം ഞാൻ ഈ ടെക്സ്റ്റ് ചെയ്യേണ്ട ഒന്നും എഴുതിയിട്ടില്ല. നമുക്ക് ഈ ടെക്സ്റ്റ് ചുമ്മാ എടുത്ത് പഠിപ്പിക്കുക. കാരണം വെച്ചാൽ ഇതിന്റെ മുഴുവൻ അർത്ഥം എനിക്കറിയാം. ഇപ്പൊ ഹൗ ഡു വി അസസ് എ പേഴ്സൺ, നമുക്ക് എങ്ങനെ ഒരു പേഴ്സണെ വിലയിരുത്താൻ പറ്റും? ഡു വി ജഡ്ജ് ദം ബൈ ദ ക്വാളിറ്റി, അവരുടെ ഗുണങ്ങളാണോ? ഓർ അസസ് ബൈ ദം ഹൗ മച്ച് മണി ദേ ഹാവ് അമേസ്, അവർ സമ്പാദിച്ചിരിക്കുന്ന പണത്തിന്റെ അളവനുസരിച്ചാണ് നമ്മൾ വ്യക്തികളെ നമ്മൾ വിലയിരുത്തേണ്ടത്. ഡസ് ദിസ് ക്രേസ് ഫോർ മണി ലീഡ് ടു മാഡ്നസ്, സത്യത്തിൽ ഈ പണം ഉണ്ടാക്കാനുള്ള ക്രേസ് എന്നൊരു വാക്ക് കൂടിയിട്ടുണ്ട്. ക്രേസിന്റെ പച്ച മലയാളം എന്താണ്? ത്വര എന്നുള്ള വാക്ക്. പണം ഉണ്ടാക്കാനുള്ള ആർത്തി, അർജി ടു ഏൺ മണി, ത്വര എന്നുള്ള മലയാള വാക്ക്. ക്രേസ്, ത്വര, പണം ഉണ്ടാക്കണം. എങ്ങനെയും പണം ഉണ്ടാക്കണം. ഇത് സത്യത്തിൽ ഒരു ഭ്രാന്തായി മാറുകയാണ്. ഇതാണ് DM ലോറൻസ് എന്ന് പറയുന്ന പോയിന്റ് തന്റെ കവിതയിൽ മണി മാർട്ടിൻസ് എന്ന് പറയുന്ന പണഭ്രാന്ത, മലയാളം പണഭ്രാന്ത, പണമുണ്ടാക്കാനുള്ള ഭ്രാന്തിലൂടെ സത്യത്തിൽ ഈ ത്വര സമൂഹത്തെയും ലോകത്തെയും നശിപ്പിക്കും എന്നാണ് ഈ ലേഖകൻ, ഈ കവി പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് കവിത നമുക്ക് നോക്കാം. മണി മാർട്ടിൻസ്. അപ്പൊ നിങ്ങൾ യു മസ്റ്റ് വാച്ച് ദ വീഡിയോ. വിരോധിക്കുന്ന സമയത്ത് വീഡിയോ കാണാം. ഇത് നിങ്ങൾ നാളെ ജീവിതത്തെ ബാധിക്കും. ഞാൻ ചെയ്യേണ്ട കാര്യം നിങ്ങളോട് ചെയ്യുന്നു. വിരോധിക്കുന്ന സമയത്ത് കാണുന്നില്ല, വ്യക്തമായി തന്നെ ആരൊക്കെല്ലാം കാണുന്നത് ഞാൻ കണ്ടോണ്ടേ. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. പണ്ട് നിങ്ങൾക്ക് പരീക്ഷയാകാം, ഓൺലൈൻ നടക്കാൻ, ടീച്ചറോട് ചോദിക്കാം, പോകുന്ന വഴിക്ക് 2 കൂട്ടുകാരുടെ പേപ്പറെ നോക്കി എഴുതാം. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യും. ഇനി അതൊന്നും നടക്കത്തില്ല. നിങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് എഴുതിയാൽ മതിയാവും. നിങ്ങളുടെ പേരൻസിന് വേണ്ടി മാത്രമേ സഹായം ഇല്ല. അതിനൊരു സഹായം. അതുകൊണ്ട് ഓർത്തിരിക്കുക, ഒരിക്കലും ആരുടെ സഹായം ചെയ്തില്ല, സ്വയം അവന് ഇഷ്ടപ്പെട്ട് അധ്വാനിച്ചു. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. അതുകൊണ്ട് പഠിക്കുക, പരീക്ഷിക്കുന്നത് 20 മാർക്കാണ്, 20 മാർക്ക് മേടിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സ് റിപ്പോർട്ട് വരും, മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അഡ്മിഷനിലേക്ക് ബാധിക്കും. കുറ്റം പറഞ്ഞ കാര്യമില്ല, കൂടുതൽ കുറ്റങ്ങളുടെ കാര്യമില്ല, പെൻഷന്റെ കുറ്റങ്ങളുടെ കാര്യമില്ല. അതുകൊണ്ട് സ്വയം അവനവൻ പഠിച്ചുകൊള്ളണം. അവനവൻ ചെയ്ത അവനവൻ കൊള്ളണം. ഞാൻ എന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ജോലി കൃത്യമായിട്ട്. ഒരു മനുഷ്യനെ എങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റും? അവന്റെ കയ്യിലുള്ള പണം കൊണ്ടാണോ, അതോ അവന്റെ ക്വാളിറ്റി അവന്റെ സ്വഭാവം, അവന്റെ നല്ല സ്വഭാവമാണെങ്കിലാണ് നല്ലത്. അത് ഇഷ്ടം പോലെ പണക്കാർ, ഇപ്പൊ അംബാനി, അദാനി, ടാറ്റയും ബിർളയും ഒക്കെ വലിയ പണക്കാരാണ്. അവരൊക്കെ പണക്കാരായിട്ട് നല്ലവരാണ്. ഒരാളെ വിലയിരുത്തുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിലാണോ, അതോ അവരുടെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്, സ്വഭാവത്തിന്റെ ആണ്, പെരുമാറ്റത്തിന്റെ ആണ്, അവരുടെ കർമ്മ പ്രവൃത്തി അടിസ്ഥാനമാക്കിയാണ് എന്നെല്ലാം ഇംഗ്ലീഷ് കവിയായിട്ടുള്ള D.H. ലോറൻസ്, ഇംഗ്ലണ്ടിലെ കവിയാണ് D.H. ലോറൻസ്. അദ്ദേഹം ചോദിക്കുന്നതാണ്, എങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾ വിലയിരുത്തും? മണി ഈസ് അവർ മാഡൽസ് or vast collective matters, and of course if the multitude is mad, and of course the multitude is mad. The individual carries his own grain of
insanity around you. കണ്ടോ, പണം എന്ന് പറയുന്നത് നമുക്ക് ഭ്രാന്താണ്. പണം ഉണ്ടാക്കുന്നത് പണത്തിന് പറയുന്നു. അപ്പൊ നമ്മുടെ മൂല്യങ്ങളൊന്നും നോക്കുന്നത്. പണം ഒരു ഭ്രാന്താണ്. പണം നമ്മുടെ ഭ്രാന്താണ്. വാസ്തു കളക്ട് ചെയ്ത് നടത്തുന്ന കൂട്ടം നിഷ്ഠരാക്കാതല്ല. അതുകൊണ്ടാണ് എഴുതണമെന്ന് പറയുന്നത്. ഈ മെഡിക്കൽ ചെയ്താലേ ഒന്നും ആകത്തില്ല. ഞങ്ങൾ എഴുതുന്നത് മണ്ടന്മാരിലാണ്. സത്യത്തിൽ 10-25 മിനിറ്റ് ഉപയോഗിച്ച് ചെയ്തല്ലേ എഴുതുന്നത്. പിന്നെ ഇപ്പൊ ടീച്ചേഴ്സ് അറിയാമെന്ന് ചോദിച്ചാൽ ഇതെല്ലാം തപ്പിയില്ല. എനിക്കൊക്കെ പിന്നെ ഒന്നും വേണ്ട, കണ്ടാവുന്ന അറിയാം. ഇത്രയും എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എന്ത് കഷ്ടപ്പെട്ട് എഴുതും. നിങ്ങൾ അതൊന്നും എഴുതുന്നില്ല, നോക്കുന്നില്ല, പുസ്തകത്തിലോട്ട് എഴുതുന്നില്ലെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്നാ ജോലി? 8ാം ക്ലാസ്സിൽ എല്ലാം കണ്ടുപിടിക്കും. അടിച്ചിടാത്ത എല്ലാം പോയിട്ട് കാണും. ടി വി എല്ലാം ഇത് കാണും. പക്ഷെ അവനവൻ പഠിപ്പിക്കുന്ന വീഡിയോ കണ്ടാൽ അന്നേരം ഉടനെ അലവൻസ് ഇല്ല, അല്ലെങ്കിൽ ബോണില്ല, മറ്റേതില്ല, മറിച്ചില്ല. ആർക്ക് പോയി? നിങ്ങൾക്ക് പോയി, അല്ലാതെ ആർക്കും പോകാനൊന്നും പോകുന്നില്ല. ഞാൻ ചെയ്തിട്ടുള്ള ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഡേറ്റ് സെറ്റ് ക്ലാസ് 2-10-20 ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റാൻഡേർഡ് 8 lesson 7 മണി കൃത്യമായി പഠിച്ചിട്ടുണ്ട്. നോട്ടും എല്ലാം കറക്റ്റ് തെളിവുകളാണ്. അതുപോലെ ലോകത്തിൽ പലരും കാണുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്. നിങ്ങളുടെ ജോലി ചെയ്തില്ലെങ്കിൽ ആർക്ക് പോകും? അതുകൊണ്ട് ഓർക്കണം, ഇത് ചെയ്യാൻ മാത്രമേ നമ്മുടെ ജോലി. നിങ്ങളാ പഠിക്കേണ്ടതും എഴുതേണ്ടതും. പക്ഷേ നിങ്ങൾക്ക് കൊള്ളാം, കാരണം നിങ്ങൾക്ക് അതിന് ഗുണമുണ്ടാവും. ഇല്ല, ടി വിയും കണ്ട് അതിലേ നടന്നാൽ അതനുസരിച്ച് നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടാവുള്ളൂ, അതനുസരിച്ച് ജോലിയോ സമ്പാദനം ഉണ്ടാകത്തുള്ളൂ. നാളെ ആരെയും കുറ്റം കൊണ്ടിട്ട് കാര്യമില്ല. ഞാനൊക്കെ നല്ല ശരിക്കും അത്യധ്വാനം ചെയ്ത് പഠിച്ചൊരു മനുഷ്യനാണ്. ഇപ്പോഴും ഇത്രയും പ്രായമായി, ഇപ്പം കഴിഞ്ഞ 25 വർഷമായി അച്ഛനായിട്ട്. 25 വർഷം ഇപ്പോൾ അച്ഛനായിട്ട് ഇരുന്നു. ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഇപ്പോഴും പഠിക്കുന്നത് ഇത്രയും പ്രായമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മറ്റു കച്ചടകൾ കാണാൻ. ഈ കച്ചട കണ്ടുകൊണ്ടിരുന്നാലും ഒരു കുഴപ്പം, പഠനവും കാര്യങ്ങളും താല്പര്യമില്ല. ഇപ്പം തന്നെ സ്കൂളിൽ വരാത്തതുകൊണ്ട് നിങ്ങൾക്ക് സ്കൂളിനോട് പഠിത്തത്തോടൊപ്പം താല്പര്യമാണ്. ഈ കച്ചടകൾ കാണാതെ കച്ചടകളോട് കൂടരുത്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും. ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മൾട്ടിറ്റ്യൂഡ് ഓഫ് ഈസ് മൈൻഡ്. ഓഫ് കോഴ്സ് ദ മൾട്ടിറ്റ്യൂഡ് ഈസ് മോഡ് ഇൻഡിവിജ്വൽ ടാലീസ്. കണ്ട, മൾട്ടിറ്റ്യൂഡ് അസംഖ്യമാണ്. ഭൂരിഭാഗം ആളുകൾ, ഒത്തിരി ആളുകൾ വലിയതാണ് പണത്തോടുള്ള പ്രാപ്തി. I doubt if any man can hands out pound not without a palm. കണ്ടോ, ഒരു കയ്യിൽ പൗണ്ട് എന്ന് പറഞ്ഞാൽ പൗണ്ടിന്റെ ചിഹ്നം ബ്രിട്ടീഷ് നാണയമാണ് പൗണ്ട്. 1 pound is equal to 100 rupees. 100 രൂപയില്ല. ഒരു പൗണ്ട് നോട്ട് കൊടുത്താൽ 100 രൂപ കിട്ടും. അപ്പൊ നമ്മുടെ ഇംഗ്ലണ്ടിന്റെ 100% താഴെ ഇന്ത്യയിലുണ്ടാകുന്നത്. അതായത് ഇന്ത്യയുടെ 100 ഇരട്ടി ഇതാണ് ഇംഗ്ലണ്ടിന്റെ വില. ഇംഗ്ലണ്ട് രാജ്യത്തിന്റെ ബ്രിട്ടീഷ് രാജ്ഞി എലിസബത്തിന്റെ പടമുള്ള നോട്ടാണ്. എൻ്റെ വിഷയമുണ്ട്. ഞാനവിടെ പഠിച്ചതാണ്. ഇപ്പോഴും നോട്ടിരിപ്പുണ്ട്. ഞാനവിടെ 1.5 വർഷക്കാലം ഉണ്ടായിരുന്നു. വീട്ടിൽ 2 അത് കോളേജ് പഠിച്ചാണ്. അതുകൊണ്ട് ബ്രിട്ടീഷ് നോട്ട്, ഒരു ബ്രിട്ടീഷ് നോട്ടിലേക്ക് പാങ്ങുന്നതിന് വ്യസനം, ദുഃഖം, പ്രയാസം. കൈ പൈസ ഇല്ലെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും. ആൻഡ് a real tremor in the hands out there in pound notes. Tremor. ഒരു 10 രൂപയുടെ നോട്ട്, ബ്രിട്ടീഷ് പൗണ്ട് ഉള്ളത് 5ന്റെ നോട്ടുണ്ട്, ബ്രിട്ടീഷ് പൗണ്ട് 10ന്റെ നോട്ടുണ്ട്, ബ്രിട്ടീഷ് പൗണ്ട് 20ന്റെ നോട്ടുണ്ട്, ബ്രിട്ടീഷ് പൗണ്ട് 50ന്റെ നോട്ടുണ്ട്. ഇത്രയുള്ള ബ്രിട്ടീഷ് പൗണ്ട്. കോയിനാണെങ്കിൽ ഒരു ബ്രിട്ടീഷ് പൗണ്ടിന് ഒരു കോയിനുണ്ട്, 2 കോയിനുണ്ട്. പിന്നെ 50 പൈസ ഉണ്ട്, പിന്നെ 20 പൈസയുണ്ട്, 10 പൈസയുണ്ട്, 5 പൈസ. അപ്പൊ ഇത്രയാണ് ബ്രിട്ടനിലെ. ഇതെല്ലാം ഈ സാധനത്തിന്റെ 5 രൂപയുടെ നോട്ട്, 5 പൗണ്ടിന്റെ നോട്ട്, 10, 20, 50. നാണയം ഒരു പൗണ്ട്, 2 പൗണ്ട്. പിന്നെ 50 പൈസ, 20 പൈസ, 10 പൈസ, 5 പൈസ. ഇതാണ് ബ്രിട്ടീഷ് നാണയം. അപ്പോൾ ഒരു 10 രൂപ നോട്ട്, 10 പൗണ്ടിന്റെ നോട്ട്, 10 പൗണ്ട് നോട്ടെന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. 10 പൗണ്ടിന്റെ നോട്ടോട് പോകുമ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം. ബർഗറും പൊട്ടറ്റോ ചിപ്സും കോളായും ഉൾപ്പെടെ എല്ലാം കിട്ടും. 4.5 പൗണ്ട്. 4.5 പൗണ്ട് ഉദ്ദേശം. 10 പൗണ്ടോട് വാങ്ങി ബേക്കറി കയറിയാൽ കേക്കും ഡോണട്ട്സും കോളായും ഉൾപ്പെടെ എല്ലാം കഴിക്കാം. ഞാനിവിടെ താമസിച്ചിരുന്നപ്പോൾ 10 പൗണ്ടിന്റെ ഒരു ബ്രിട്ടീഷ് നോട്ട് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഒരു 5 കിലോ അരി, അതായത് ബോയിൽഡ് റൈസ്, 5 കിലോ അരിയെ, പിന്നെ പച്ചക്കറികൾ, പൊട്ടറ്റോ, ഇത് ഒനിയൻ, സവോള, ഇതെല്ലാം ഇവിടെ നിന്ന് പോലെ അരിയിൽ വരുന്ന പച്ചക്കറികൾ എല്ലാം, പിന്നെ അത്യാവശ്യം മുളക് പൊടികൾ, ഇതൊക്കെ ഇവിടെ കിട്ടും.
പാക്കിംഗ് തരുന്നത് എല്ലാം കൂടി ഒരു വലിയ പാക്കിംഗ് 10 റോൾ. ഈ 10 റോളിൻ്റെ സാധനം കഴിക്കാൻ എനിക്ക് ഒരു 1.5 ആഴ്ച ഒപ്പം. അതിനകത്ത് ഞാൻ മുട്ട ഒരു 10-15 മുട്ടയുടെ പാക്കറ്റ്, പിന്നെ ചിലപ്പോൾ ആപ്പിളോ ഒരു പാക്കറ്റ് എല്ലാം ഉൾപ്പെടെ 10 റോൾ. ഇപ്പോഴത്തെ കാര്യം സാധനങ്ങൾക്ക് ഭയങ്കര ചീപ്പാണ്. പ്രത്യേകിച്ച് 10 റോളിൻ്റെ സുഖമായിട്ട് നമുക്ക് കഴിയാനായിട്ട് പറ്റും. എന്നാലും 10 റോളെന്ന് പറയുന്നത് ചില്ലറയില്ല, വലിയൊരു സംഖ്യയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് മണി വി ആർ സംതിങ് ഫെഡർ. ഇറ്റ് ഈസ് എ കളക്റ്റീവ് മണി മാർക്കറ്റ് സമ്മാനം. പണമില്ലെങ്കിൽ പിണം ഒന്നിനും കൊള്ളുകയില്ലാന്നുള്ള ഒരു ചിന്താഗതി ഈ സമൂഹത്തെ മൊത്തം ബാധിച്ചിട്ടുണ്ട്. ഫോർ മാൻകൈൻഡ് സേസ് വിത്ത് വൺ വോയിസ് ഹൗ മച്ച് ഹിസ് വർക്ക്. ഹി ഹാസ് നോ മണി then he can eat a dirt drop out. കേട്ടോ, പണമില്ലാത്ത കൊയ്യ് പേടിച്ചതിൻ്റെ അവസ്ഥ. പണമില്ലെങ്കിൽ പേടിച്ചു. കാരണം ഇന്ന് കഴിക്കാൻ ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മുടെ ഈ പൈസ ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പേടി കൊയ്യ്. അതുകൊണ്ട് പണമില്ലാത്ത എന്താകും, ഒരു പണത്തിന് അങ്ങനത്തെ ഒരു വലിയ ശക്തിയുണ്ട്. പണം no money they will have the little bread, so I will not buy it, but they will make me eat dirt. പണമില്ലെങ്കിൽ എന്നെടുക്കണം ഡേർട്ട്. ഡേർട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പത്തൊട്ടി പരതല്ല അവസ്ഥ. പരുതം എന്ന് പറയുന്നതാണ്. അതായത് മനുഷ്യരുടെ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് മിച്ചം കൊണ്ട് കുപ്പത്തൊട്ടി കണ്ടില്ല. പൈസ ഇല്ലാതെ കണ്ടില്ല. കുപ്പത്തൊട്ടി അതിനകത്ത് ചക്കയോട് കൊണ്ടിട്ട് അതിലേക്കാത്ത ഭക്ഷണം എടുത്ത് സത്യത്തിൽ പട്ടിയൊക്കെയാണ് ചെയ്യും. മനുഷ്യന് പണമില്ലെങ്കിൽ ഈറ്റ് ഡേർട്ട്. കുപ്പത്തൊട്ടി പോയി പെറുക്കി കഴിക്കേണ്ട അവസരം. I shall have to eat dirt. If I have no money, it is that I am frightened. കണ്ടോ, എനിക്ക് ഏറ്റവും വലിയ ഭയം ഇതാണ്. പണമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്ക് കുപ്പത്തൊട്ടിയിൽ കഴിയേണ്ടി വരും. എനിക്ക് ചപ്പച്ചോറുകൾ, അതായത് നേരെ ചൂടുള്ള ഭക്ഷണമൊന്നും കഴിക്കാനല്ലാതെ. അതുകൊണ്ട് എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചു. ആൻഡ് ആ ഫിയർ ക്യാൻ ബിക്കം എ ഡെലിറിയം. ഈ ഭയം ഒരു ഡെലിറിയമായി മാറി. ഡെലിറിയം ഈ സംസാരിക്കാനും ചിന്തിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥ. ഒന്നും പറയാനും ഒന്നും മിണ്ടാനും അല്ലാത്ത ഒരു അവസ്ഥയിൽ ഞാനും എത്തിച്ചു. പണമില്ലെങ്കിൽ ചിന്തിക്കാനും പറ്റില്ല. ആൻഡ് ദാറ്റ് ഫിയർ ക്യാൻ ബിക്കം എ ഡെലിറിയം. This fear of my money market is phenomenal. We must have some money to save us from eating dirt. കണ്ടോ, നമ്മുടെ ചപ്പചോറുകൾ അല്ലെങ്കിൽ കുപ്പത്തൊട്ടിൽ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് പണമാണ്. അപ്പം പണം കുറച്ചെങ്കിലും ഉണ്ടാക്കേണ്ട ആവശ്യം. അതുകൊണ്ട് ലേഖകൻ പറയും, ഈ പോയിന്റ് പറയുന്നതാണ് ബ്രെഡ് ഷുഡ് ബി ഫ്രീ. ബ്രെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ചപ്പാത്തി എന്ന് ഉദ്ദേശിച്ചാണ്. ഇവിടെ നോർത്ത് ഇന്ത്യൻസിന്റെ ഭക്ഷണമാണ് ബ്രെഡ്. ബ്രെഡ് എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മൾ ഭക്ഷണത്തിൽ രാവിലെ ഒന്നില്ലെങ്കിൽ ഒരു ബ്രെഡ് പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് ബേക്കറിയിൽ മേടിച്ചുകൊണ്ട് വന്നിട്ട് അല്ല കടയിൽ ബ്രെഡ്, അതെല്ലാം ബ്രെഡ് വിളിച്ചു. പക്ഷേ ഇംഗ്ലീഷിലാണ് പ്രധാന ഭക്ഷണമാണ് ബ്രെഡ്. പിന്നെ നമുക്കറിയാം നോർത്ത് ഇന്ത്യൻ ചപ്പാത്തി, നമ്മളാണ് റൈസ്. അപ്പം ഭക്ഷണം എന്ന് പറയുന്ന ആഹാരം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കണം. കാരണം ആർക്കും ആഹാരത്തിന് വകയില്ലാതിരിക്കില്ല. അതുപോലെ ഷെൽട്ടർ, എല്ലാവർക്കും പാർക്കണം, വീട് കൊടുക്കണം. അതുപോലെ ഫയർ, ആഹാരം പാകം ചെയ്യാനുള്ള ഇന്ധനം. ഇപ്പം നമുക്കാണ് 65 രൂപ മേടിച്ചിട്ടാണ് നമുക്ക് 15 കിലോ ഉള്ള ഗ്യാസ് ഇന്ത്യൻ തരുന്നത്. 65 രൂപയാണ്. ഈ ഇന്ത്യയിലെ ഗ്യാസുകാർക്ക് ഈ ഗ്യാസ് 15 കിലോ അതിനകത്ത് നിറച്ച് തരാനായിട്ട് 65 രൂപയൊന്നും ആകത്തില്ല. വേറെ 100 രൂപയോളം അവർ ഈ ഇന്ത്യൻ കമ്പനിക്ക് കൊടുക്കും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വരും. എല്ലാം വന്നാലും ഒരു ഗ്യാസ് കുറ്റിയിൽ നിന്ന് 10-200 രൂപ വെച്ച് ഇന്ത്യക്കാർക്ക് ലാഭം. അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇവിടെ സർക്കാരിന്റെ കഴിയും. ഇതിനൊന്നും ആവശ്യമില്ല. 100-300-350 രൂപ നമുക്ക് തരാവുന്നതാണ്. അതുകൊണ്ട് വേഗം പറയുന്നതാണ് ഭക്ഷണം പാകം ചെയ്യാൻ ഇന്ധനം ഫ്രീ ആയിട്ട് കൊടുക്കണം. അതുപോലെ വീട് പാർക്കണം ഫ്രീ ആയിട്ട് കൊടുക്കണം. ഭക്ഷണം മനുഷ്യന് ഫ്രീ ആയിട്ട് കൊടുക്കണം. കാരണം ഇത് മനുഷ്യന്റെ ഇതിന് പറയുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യം. കപ്പട, മക്കാൻ, റൊട്ടി. ഇത് ഓരോ മനുഷ്യനും 3 അത്യാവശ്യം. കപ്പട, മക്കാൻ, റൊട്ടി. കപ്പട എന്ന് പറഞ്ഞാൽ വസ്ത്രം, മക്കാൻ എന്ന് പറഞ്ഞാൽ ഷെൽട്ടർ, താർപ്പടം, റൊട്ടി എന്ന് പറഞ്ഞാൽ ബ്രെഡ്. കണ്ടോ, ഇതാണ് കപ്പട, മക്കാൻ, റൊട്ടി. കേട്ടോ, ഇത് റൊട്ടി. ഹിന്ദിയിലാണ് പറയുന്നത് റൊട്ടി. കപ്പട, ഇതാണ് കപ്പട, മക്കാൻ, വസ്ത്രവും ഭക്ഷണവും. കണ്ടോ, കപ്പട, മക്കാൻ, ഇത് മക്കാൻ, കപ്പട, മക്കാൻ, റൊട്ടി. കണ്ടോ, ഇത് വാസസ്ഥലമാണ് മക്കാൻ. കപ്പട, മക്കാൻ,
തൊട്ടി. കപ്പട എന്ന് പറയുന്ന വസ്ത്രം ഏറ്റവും ആവശ്യമാണ്. അപ്പോൾ കപ്പട മക്കാൻ പട്ടി എന്ന് പറയുന്ന കപ്പട ഹിന്ദി തമ്മിൽ കാര്യം കപ്പട മക്കാൻ പട്ടി. ഇത് 3 മനുഷ്യന് അത്യാവശ്യമാണ്. അപ്പൊ ഭക്ഷണം പാകം ചെയ്യാനുള്ള ഇത് വേണം, വീട് താമസിക്കാൻ വേണം, വസ്ത്രം വേണം. ഇത് മനുഷ്യന്റെ ഏറ്റവും ബേസിക് നീഡ്സ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഇത് കൊടുക്കണമെന്നാണ് അദ്ദേഹം. അതുകൊണ്ട് എന്നാ ചെയ്യണമെന്നാണ് ലോകത്തോട് അദ്ദേഹം പറയുന്നത്, ഓൾ ഓവർ ദ വെരി എനിബഡി, ലോകം മുഴുവനുള്ളവർക്ക് ഇത് കൊടുക്കണം, ചെയ്യണം. We must regain our sanity about money before we start killing one another about it. പണത്തിന് വേണ്ടി ഒരാൾ മറ്റുള്ളവരെ കൊല്ലുന്ന അവസ്ഥയിൽ നിന്ന് മാറണം. അങ്ങനെ പണത്തിനും പ്രതാപത്തിനും വേണ്ടി മനുഷ്യരെ കൊല്ലുന്ന അവസ്ഥ ചെയ്ത് നമ്മളുടെ വിശുദ്ധി, സാന്നിധ്യം എന്ന് പറഞ്ഞ വിശുദ്ധി നഷ്ടപ്പെട്ടിരിക്കണം. ആ വിശുദ്ധി നമുക്ക് തിരിച്ചു പിടിക്കണം. പണം അത്യാവശ്യം, പണം ഇല്ലെങ്കിൽ നേരത്തെ തെറ്റേണ്ടി വരും. അതെല്ലാവരും ഭയപ്പെടുന്നു. അതുകൊണ്ട് പണത്തിന് വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യാൻ മടിക്കുന്നു. അവസമാനമായിട്ട് ഗവൺമെന്റ് മനുഷ്യർക്ക് എന്ത് കൊടുക്കണം? കപ്പട മക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കണം. അതാണ് ഈ പോയിന്റ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാനും അതിനോട് യോജിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ചിന്ത വളരെ വലുതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്നായി പഠിച്ച് അത് ഭംഗിയായിട്ട് അത് എഴുതാനും 20 മാർക്ക് മേടിക്കാൻ സാധിക്കട്ടെ. ഇത് നന്നായിട്ട് നോക്കാത്ത തുടർ വീഡിയോകൾ, മുമ്പത്തെ വീഡിയോകളുണ്ട്, നോക്കുക, പഠിക്കുക. നോട്ട്സൊക്കെ ഇട്ട് നോട്ട്സ് വിടാം. ഓക്കെ.